ഞാൻ അങ്ങനെ ജിൻഡോ ജിൻഡോ ഇവിടെ ഡോക്ടർ ബി ജയരാജ് ഇത് നാടാടെ പറയുന്നതല്ല, ഇത് പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നേ. ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ഈ പറയുന്ന വേറെ ഏതോ സഖ്യവും ഈ പറയുന്ന കോർപ്പറേറ്റ് ഫണ്ടിങ് പാർട്ടി പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന എന്താണ് ഈ സമരത്തിന് പിന്നിൽ ഗൂഢലക്ഷ്യങ്ങളും ആൾക്കാരും ഒക്കെ പാർട്ടി തന്നെ ഇനിയിപ്പോൾ സുരേഷ് ഇപ്പം പറയില്ലായിരിക്കും. കാരണം എന്താണ്, ഇലക്ഷൻ വരികയാണ്, അത് വീണ്ടും പറഞ്ഞാൽ അത് വീണ്ടും വഷളാം. ഇപ്പോൾ മുഖ്യമന്ത്രി ഇവരെ എന്താണ് 3 ദിവസം അപ്പോയിൻമെൻറ്റ് കൊടുക്കാം എന്ന് പറയുന്നത് ഒരു ദയാവായ്പ കാണിക്കുന്നതല്ലല്ലോ, അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ളതാണല്ലോ. അല്ല, ഇവര് ഇതും പറയും, ഇവര് സാംക്രമിക രോഗം പകർത്തുന്ന കീടമാണെന്നും കുറ്റിച്ചൂലാണെന്നും ആട്ടിത്തെളിച്ചു കൊണ്ടുവന്നവരാണെന്നും ചായ കൊടുക്കാമെന്ന് പറയുമ്പോൾ വന്നുകൂടിയ ആളുകളാണെന്നൊക്കെ CPM-ന്റെ ഉന്നതരായിട്ടുള്ള എളമരം കരീം തൊട്ട് CITUവിന്റെ നേതാവായിട്ടുള്ള എളമരം കരീം തൊട്ട് ഉന്നത നേതാക്കന്മാർ തൊട്ട് താഴെത്തട്ടുള്ള നേതാക്കന്മാർ വരെ നിരന്തരം ആക്ഷേപിച്ചിട്ടും ആ ആക്ഷേപങ്ങൾ കേട്ട് 256 ദിവസം സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്ത ആശാ വർക്കർമാരുടെ സമരബോധമൊന്നും 9.5 വർഷക്കാലമായിട്ട് സമരമില്ലാതെ, മുദ്രാവാക്യമില്ലാതെ, പൗരബോധമില്ലാതെ, ജനാധിപത്യ ബോധമില്ലാതെ നാവ് തളർന്ന് വാദം പിടിച്ചിരിക്കുന്ന ഈ CPM അനുകൂല, പിണറായിസ്റ്റ് അനുകൂല സംഘടനാ നേതാക്കന്മാർക്കുണ്ടാകില്ല. ജയരാജിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. താങ്കൾ കഴിഞ്ഞ 9.5 വർഷത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും തൊണ്ട പൊട്ടി ഒരു മുദ്രാവാക്യം വിളിച്ച് തെരുവിൽ സമരം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പക്ഷത്തിൽപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്? അങ്ങനെ സമരം ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ടാണ് താങ്കൾക്ക് ഇവരുടെ സമരത്തെ സ്പോൺസേഡ് ആണെന്ന് പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമരം അത് സ്പോൺസേഡ് ആണ് എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നത്. ബി ജയരാജ് സമരത്തിനൊന്നും അറിയില്ല, പക്ഷെ സമരം ചെയ്ത് സമരത്തിലൂടെ വളർന്ന, സമരത്തിലൂടെ അധികാരം പിടിച്ച പ്രസ്ഥാനം പറഞ്ഞിട്ടുണ്ടെന്ന് ഈ കാര്യം. അപ്പൊ ജയരാജനെ കുറ്റം പറയുന്നത് എന്തിനാ? അല്ല, ഞാൻ പറഞ്ഞ അതാണ്. CITU, CPM-ന്റെ ഉന്നത നേതാക്കന്മാർ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ കൃത്യമായ ഇടവേളകളിൽ ഇവരെ ആക്ഷേപിച്ചാണ് പോയത്. ഞാൻ പറയുന്നത് അത് തന്നെയാണ്. ഇവരുടെ ധാരണ എന്താണെന്നറിയോ? ഇവരെ പോലെയുള്ള പാർട്ടിക്കും സംഘടനകൾക്കും നിരന്തരമായിട്ട് ദീർഘമായിട്ടുള്ള സമരം ചെയ്യണമെങ്കിൽ ഫണ്ടിങ് വേണം. അതുപോലെയാണ് മറ്റ് സംഘടനകൾ എന്ന് ഇവർ തെറ്റിദ്ധരിക്കുകയാണ്. ഇവർ പരാജയപ്പെട്ട സംഘടന എന്നാണ് ജയരാജ് ഈ ആശാവർക്കർമാരുടെ സമരത്തെ പറഞ്ഞത്. അത് ചിലപ്പോ പണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സരിതയുടെ കള്ള ആരോപണങ്ങളുടെ ബലത്ത് സെക്രട്ടേറിയറ്റിന് പുറത്തുപോയി 1.5 ദിവസം കക്കൂസ് മാലിന്യം നിറച്ച സമരമില്ലേ? ആ സമരം 1.5 ദിവസം കൊണ്ട് അവസാനിപ്പിച്ച് തിരിച്ചു പോകുന്നില്ലേ? അതായിരിക്കും നിങ്ങൾ പരാജയപ്പെട്ട സമരം എന്നുള്ള ബോധ്യത്തിൽ പറയുന്നത്. ആശാവർക്കർമാരുടെ സമരം ഇന്ന് വിജയിച്ചു നിൽക്കുന്ന സമരമാണ്. അതുകൊണ്ടാണ് ജീപ്പ് പിടിച്ച് കൊല്ലാൻ നോക്കിയിട്ടും ആശാവർക്കർമാരുടെ സമരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ്, കേരളത്തിന്റെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പോലീസുകാരെ കൊണ്ട് പറയുന്നത്. നിങ്ങൾ അവരുടെ മൈക്ക് തിരിച്ചു കൊടുക്കണം. അവരുടെ മൈക്ക് നിങ്ങൾ എന്തിനാ പിടിച്ചു വാങ്ങിയത്? അവർ ആ മൈക്കിലൂടെ വിളിച്ചു പറയാൻ പോകുന്നത് എന്താ? ഈ സർക്കാരിന്റെ, 2ാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തിന് 200 കോടി രൂപ ചെലവഴിച്ച് ആഘോഷ മഹാമഹം നടത്തി. 14 ജില്ലാ ആസ്ഥാനങ്ങളിലും 15 കോടി രൂപയ്ക്ക് മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന മുഖം ദേശീയപാതയോർത്ത് ഫ്ലെക്സ് അടിച്ചു വെച്ചു. ഇതിന്റെയൊക്കെ 4% ആത്മാർത്ഥത പോരെ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ സമരം അവസാനിപ്പിച്ച് അവരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പറഞ്ഞുവിടാൻ? ഈ മഴയത്ത് സെക്രട്ടേറിയറ്റിന് പുറത്ത് അവരെ മഴ നനയിച്ചിരുത്തേണ്ട കാര്യമുണ്ടോ? അപ്പോ നിങ്ങൾക്ക് സമരം എന്താണെന്ന് മറന്നുപോയി. സമര ചരിത്രം നിങ്ങൾ മറന്നുപോയി. നിരന്തരം വാഗ്ദാന ലംഘനം നടത്തുന്ന ഒരു സർക്കാരിനെതിരെ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. പിന്നെ ഇവരുടെ സമരത്തിന് മുമ്പ് ജീപ്പ് പിടിച്ച് ആ സ്ത്രീയെ കൊല്ലാൻ നോക്കുന്ന, ആശാവർക്കറെ കൊല്ലാൻ നോക്കുന്ന, ജീപ്പ് കയറ്റാൻ നോക്കുന്ന ദൃശ്യം താങ്കൾ കണ്ടത് വേറെ രീതിയിലാണെങ്കിൽ, അവർ ജീപ്പിന്റെ അടിയിലേക്ക് കയറിയിരിക്കുന്നതാണ് താങ്കൾക്ക് കണ്ടതെങ്കിൽ താങ്കളുടെ കണ്ണട ഒന്ന് മാറ്റി പിടിക്കണം. ഇപ്പൊ വെച്ചിരിക്കുന്ന കണ്ണട പിണറായിസ്റ്റ് കണ്ണടയാണ്. 16,000 രൂപയുടെ കണ്ണട വെച്ചിട്ടും മന്ത്രിമാർക്ക് കാണാത്ത കാഴ്ച തന്നെയാണ് താങ്കൾക്കുമുള്ളത്. ആ കാഴ്ച പ്രശ്നം പരിഹരിക്കപ്പെടണം. കാരണം താങ്കൾ ഒരു ഇടത് സഹയാത്രികനല്ല, താങ്കൾ ഒരു പിണറായി പക്ഷ സഹയാത്രികനാണെന്ന് കേരളത്തിലെ പൊതുബോധമുള്ള ആളുകൾ തിരിച്ചറിയുന്നു. ഇനി താങ്കൾ പറഞ്ഞു എത്ര പേരുടെ പിന്തുണയുണ്ട് ഈ സമരത്തിനെന്ന്? ഒരുപാട് പേരുടെ പിന്തുണയുണ്ട്. CITU നടത്തിയ ബദൽ സമരം, ആശാവർക്കർമാരുടെ സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് CITU നടത്തിയ ബദൽ സമരത്തിൽ എത്ര ആശാവർക്കർമാരുണ്ടായിരുന്നു? മറ്റു പല സംഘടനകളുടെയും പ്രവർത്തകരെ കൊണ്ടുവന്ന് ആശാവർക്കറാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കള്ളം പറഞ്ഞ് സമരം ചെയ്ത CITUവിന്റെ ഗതികേട് കേരളത്തിലെ ആശാവർക്കർമാർക്ക് ഇപ്പോൾ നടത്തുന്ന സമര സംഘടനയ്ക്കില്ല. അവരെ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും സ്പോൺസേഡ് ആണെന്ന് പറയുന്ന ഉളുപ്പില്ലായ്മ പറയാമോ? എന്നാൽ അമേരിക്കയുടെ ഗൂഢാലോചനയാണെന്ന് പറയും, CIA ചാരന്മാരാണെന്ന് പറയും, ട്രംപിന്റെ ആണെന്ന് പറയും. നാണമില്ല ജയരാജെ? സമരം ചെയ്യുന്ന പാവം പിടിച്ച സ്ത്രീകളെ അവരെ ഇതുപോലെ ആക്ഷേപിക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ ഗൂഢാലോചന. ജമാഅത്തെ ഇസ്ലാമി ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയായില്ലേ? ജമാഅത്തെ ഇസ്ലാമി ആക്ഷേപിക്കാതെ RSSകാരായിട്ടുള്ള ഗവർണർമാരോടൊപ്പം പ്രാതലും അത്താഴം ഇരുന്നും കഴിക്കേണ്ട ഗതികേടിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയപ്പോ കേരളത്തിൽ ആര് മുദ്രാവാക്യം വിളിച്ചാലും ആര് സമരം ചെയ്താലും നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയാണ് സംശയം. അത് നിങ്ങളുടെ സംഘപരിവാർ ബോധമാണ്. അതുകൊണ്ട് തോന്നുന്നതാ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഹാഷ്മി, ഒരു കാര്യം കൂടി. ഇവര് പറഞ്ഞല്ലോ, ഈ ജയരാജ് പറഞ്ഞല്ലോ, ബംഗാൾ
ബംഗാളിലെ സമരം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ കൊടുക്കുന്നില്ലെന്ന്. തമിഴ്നാടും ബംഗാളും ഒന്നും കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന് പറയുന്ന പോലെ അവകാശപ്പെടുന്നില്ല. അമേരിക്ക പിന്തളറി വളർന്നു എന്ന് അവകാശപ്പെടുന്നില്ല. ചൈനയെ പോലെ അതിദരിദ്ര നിർമ്മാർജ്ജനം ചെയ്തു എന്ന് അവകാശപ്പെടുന്നില്ല. ഇത് അവകാശപ്പെടുന്ന കേരളത്തിൽ ഈ ആശാവർക്കർമാരെ തോളിൽ കയറിയിരുന്നാണ് ആരോഗ്യരംഗത്തിന്റെ മേന്മ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് അവർക്ക് അർഹമായ കൂലി കൊടുക്കണം. കൂലി നിഷേധിച്ചിട്ട് അവരുടെ മൈക്കും പിടിച്ചു വാങ്ങിയിട്ട് അവരുടെ മെക്കെട്ട് കയറിയിട്ട് അവരുടെ മെക്കെട്ട് ജീപ്പ് കയറ്റിയിട്ട് വലിയ വായിൽ വർത്തമാനം പറയരുത്. നിങ്ങൾ പറയുന്നത് കമ്മ്യൂണിസം അല്ല, നിങ്ങൾ പറയുന്നത് മാർക്സിസം അല്ല, നിങ്ങൾ പറയുന്നത് പിണറായിസമാണ്, അത് ഫാസിസമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.